അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 102. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മസ്സായില ഫലാ തൻഹർ. നബിയെ, അന്വേഷകനായി തങ്ങളുടെ മുമ്പിൽ വരുന്നവനെ വിരട്ടരുത്. ഇൽമു ചോദിച്ചു വരികയായിരിക്കാം, എങ്കിൽ അവൻ അറിവ് നൽകണം. പണം ചോദിച്ചു വരുന്നവന് പണം നൽകണം. ഭക്ഷണം ചോദിച്ചു വരുന്നവന് ഭക്ഷണം നൽകണം. എന്തിനധികം നീട്ടിപ്പറയണം? എന്തൊക്കെ ആരൊക്കെ ഹെൽപ്പുകൾ ചോദിച്ചു കൊണ്ടുവരുന്നുണ്ടോ ആ സഹായം നിങ്ങൾ നൽകണം. ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. വഅമ്മസ്സായില ഫലാ തൻഹർ. അങ്ങയുടെ മുമ്പിൽ ചോദിച്ചു വരുന്ന ഒരു അന്വേഷകനെ തങ്ങൾ വിരട്ടരുത്, ആട്ടിയോടിക്കരുത്. ഇവിടെയും ഇബ്നു കസീർ പറയുന്നത് കാണാം, ഐ കമാ കുന്ത ളാല്ലൻ ഫഹദാകല്ലാ. തങ്ങള് സത്യാന്വേഷിയായി തങ്ങളെ റബ്ബ് കണ്ടപ്പോൾ, തങ്ങൾ സത്യമന്വേഷിക്കുമ്പോൾ ആ സത്യത്തിലേക്ക് അള്ളാഹു തങ്ങൾക്ക് വഴി കാണിച്ചതുപോലെ നബിയെ മുസ്തർഷിദായ ഇൽമും തേടി, നേരായ വഴി അന്വേഷിക്കുന്ന നേരറിവുകൾ തേടി തങ്ങളുടെ അടുത്ത് വരുന്നവരെ നബിയെ തങ്ങൾ വിരട്ടരുത്, അവർക്കത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് മുത്തുനബിയോട് എന്ത് ചോദിച്ചാലും പറയുമായിരുന്നു. ഇത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ വഅമ്മസ്സായില ഫലാ തൻഹർ എന്നത് നബി തങ്ങൾ എത്രത്തോളം ശിരസാവഹിച്ചു എന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കാണാം. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അശ്യാഅ കരിഹഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നബി തങ്ങളോട് ചോദിച്ചു. കാരണം എന്തും ചോദിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ എന്ന് കരുതി. ഫലമ്മാ അക്സറു അലൈഹിൽ മസ്അല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമാണെന്ന് കണ്ടപ്പോൾ, ചോദ്യം നബി തങ്ങളുടെ മേൽ അധികരിപ്പിച്ചപ്പോൾ ഗളിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചുകൊണ്ട് വഖാല, നബി തങ്ങൾ പറഞ്ഞു, സലൂനി, ചോദിച്ചോളൂ. ഇപ്പൊ എന്ത് ചോദിച്ചാലും മറുപടി പറയും, എന്തും ചോദിക്കാം. അപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാഹ് മൻ അബി, നബിയെ എന്റെ വാപ്പയാരാണ്? കാരണം നാട്ടിലാകെ പറഞ്ഞു നടക്കുന്നു, അയാളുടെ വാപ്പയും അയാളും തമ്മിൽ ഫേസ് കട്ടിന്റെ വിഷയത്തിൽ വലിയ അന്തരമുണ്ട്. വാപ്പ വലിയ സുന്ദരനാണ്, പക്ഷേ ഇദ്ദേഹം അതുപോലെ സുന്ദരനല്ല. അപ്പൊ പലരും, ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയുമല്ലോ, അയാളുടെ മകൻ തന്നെ അല്ലേ, ഇതിൽ വല്ല കള്ളനും കയറിയോ? ഇത്തരം ഒരു ചർച്ച നടക്കുമ്പോൾ ഇയാൾ കിട്ടിയ ചാൻസ്, ഇയാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, മൻ അബീ യാ റസൂലല്ലാഹ്, നബിയെ എന്റെ വാപ്പയാരാണ്? ഖാല അബൂക ഹുദാഫ, നിന്റെ വാപ്പ ഹുദാഫ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാപ്പ അത് തന്നെയാണ്, ഹുദാഫ തന്നെയാണ്. കാരണം വാപ്പയുടെ ആ ഗുണം കുട്ടിയിൽ ഉണ്ടാവണമെന്നില്ലല്ലോ, ഏതെങ്കിലും പാരമ്പര്യത്തിലേക്ക് പോകാവുന്നതാണ് ഗുണം. ഏതാവട്ടെ, സുമ്മ ഖാമാഖറു, മറ്റേയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ് മൻ നബി, വേറൊരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്റെ വാപ്പയാരാണ്? നബി തങ്ങൾ പറഞ്ഞു, അബൂക സാലിം മൗല ഷൈബ, നിന്റെ വാപ്പ സാലിമാണ്, ഷൈബയുടെ മൗലയായ സാലിമാണ്. അതും കറക്റ്റ്. പക്ഷേ ഇങ്ങനെ ചോദ്യം അങ്ങ് തുടർന്നാൽ ഇത് വിഷമമാണെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുഖത്ത് നിന്ന് ഈ ചോദ്യം ചോദിക്കലിന്റെ വിഷമം, ആ വൈഷമ്യം വായിച്ചെടുത്തുകൊണ്ട് ഖാല ഇന്നാ നതൂബു ഇലല്ലാഹ് ഫലമ്മാ റഅ ഉമർ മാ ബിവജ്ഹി റസൂലില്ലാഹി മിനൽ ഗളബ് ഖാല ഇന്നാ നതൂബു ഇലല്ലാഹ്, നബിയെ ഞങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. ഒരിക്കലും ഇത്ര സ്വാതന്ത്ര്യം ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല തങ്ങൾക്ക് മേൽ, പറയുന്നത് കേൾക്കുകയല്ലാതെ. ഇങ്ങനെ ചോദിക്കാൻ ഒരുങ്ങിയാൽ ഇനി പലരും മൻ അബി എന്ന് ചോദിച്ചാൽ ചിലരുടെ ഒന്നും വാപ്പ യഥാർത്ഥത്തിൽ വാപ്പയാവില്ല, ആകെ കുടുംബ കലഹങ്ങളാകും. ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വേറൊരാളെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, ഈ ഹദീസിൽ തന്നെ കാണാം, എന്താ, ഐന അന യാ റസൂലല്ലാഹ് അഫിൽ ജന്നത്തി അം ഫിന്നാർ, നബിയെ ഞാൻ എവിടെയാണ്, സ്വർഗത്തിലാണോ നരകത്തിലാണോ? മുത്തുനബി പറഞ്ഞു, അന്ത ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ്. ഇനി മറ്റൊരാൾ എഴുന്നേറ്റ് ചോദിച്ചാൽ നരകത്തിലാന്ന് പറഞ്ഞാൽ വിഷമമാകുമല്ലോ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന് ഇടപെടുന്നത്. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാം ദീനായും മുഹമ്മദ് നബിയായും ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയതൊക്കെ മതി, ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തരുന്നത് മാത്രം മതി, ഞങ്ങൾ അങ്ങയെ ചോദിച്ച് നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതറ്റം വരെയും പോകുന്നതാ കാണാൻ കഴിയുന്നത്. വഅമ്മസ്സായില ഫലാ തൻഹർ എന്ന് പറഞ്ഞ ആയത്തിന്റെയും അർത്ഥം ഇത് തന്നെയാണ്. നബിയെ തങ്ങൾ ധിക്കാരിയാവരുത്, അഹങ്കാരിയാവരുത്, വഷളത്തരം പറയുന്നവരാവരുത്,
സാധുക്കളെ അടിച്ചൊതുക്കുന്നവനാവരുത്. ആരെന്തുവെന്ന് പറഞ്ഞാലും നബിയെ തങ്ങളത് കേൾക്കണം. സമ്പത്ത് ചോദിച്ചാലും കൊടുക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ കൊണ്ടുവന്ന് ഒരു മുന്തിരിക്കൊല ഹദിയയായി കൊടുത്തു. റസൂലുള്ളാഹിക്ക് മുന്തിരി വലിയ ഇഷ്ടമായിരുന്നു. മുന്തിരിക്കുല ഹദിയയായി കൊടുത്തപ്പോൾ ഒരു യാചകൻ വന്നു. അപ്പുറത്തുകൂടെ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബി എനിക്കത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹു, അയാൾക്ക് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെന്ന് കണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വിളിച്ചു. സുഹൃത്തെ, നീ ഇത് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അതെ, കൊടുക്കാം. എന്തു തരും? 1 ദിർഹം തരാം. 1 ദിർഹം കൊടുത്ത് അത് വാങ്ങുകയാണ്. 1 ദിർഹം കൊടുത്ത് അത് വാങ്ങിയതിന്റെ ശേഷം സയ്യിദുനാ റസൂലുള്ളാഹിക്ക് കൊടുത്തു രണ്ടാമതും. അപ്പൊ അയാൾ അങ്ങേ വാതിലിലൂടെ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബി എനിക്കത് തരുമോ? അപ്പോഴും കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന് തിരിച്ചു പോകുമ്പോൾ അയാളെ വിളിച്ചു. 1 ദിർഹം കൊടുത്ത് വീണ്ടും അത് വാങ്ങി മുത്തുനബിക്ക് കൊടുത്തു. അപ്പോൾ അയാൾ അപ്പുറത്തുകൂടെ വന്നിട്ട് വീണ്ടും ചോദിച്ചു, നബി എനിക്കത് തരുമോ? നബി കൊടുത്തുകൊണ്ട് ഫഖാല നബിയു ലഹു മുലാത്തിഫൻ ലാ ഗൽബാൻ, നബി തങ്ങൾ അദ്ദേഹത്തോട് തമാശയായി ചോദിച്ചു, കളി സ്വഭാവത്തിൽ ചോദിച്ചു, തമാശയായി ചോദിച്ചു, ദേഷ്യപ്പെട്ടുകൊണ്ടല്ല. അസായിലുൻ അൻത യാ ഫുലാൻ അം താജിർ, സുഹൃത്തെ നീ യാചകനാണോ, നീ ആവശ്യമുണ്ടായിട്ട് ചോദിക്കുന്നവനാണോ, അതോ അം താജിർ നീ കച്ചവടക്കാരനാണോ? നീ യാചകനാണോ അതോ കച്ചവടക്കാരനാണോ? ശരിക്കും ഇവിടെ കച്ചവടം ചെയ്യുന്നതാണല്ലോ കാണുന്നത്. വാങ്ങുന്നു വിൽക്കുന്നു, വാങ്ങുന്നു വിൽക്കുന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ എന്താണ് ഇപ്പൊ പരിപാടി? യാചകനാണോ അതോ കച്ചവടക്കാരനാണോ എന്ന് ചോദിച്ചപ്പോഴാണ് വഅമ്മസാഇല ഫലാ തൻഹർ എന്ന ആയത്തിറങ്ങുന്നത് എന്ന് നമുക്ക് കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്വേഷിച്ചു വരുന്നവരെ നല്ല നിലയിൽ തിരിച്ചയക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.